നമസ്കാരം. ചരിത്രത്തിലാദ്യമായി കേരളത്തിൽ ഈഴവ ക്രിസ്ത്യൻ വോട്ടുകൾ ഒരു വലിയ വിഭാഗം തന്നെ 20 പാർലമെന്റ് മണ്ഡലങ്ങളിൽ BJPക്ക് അനുകൂലമായിരിക്കാം. BJP ഒരുപാട് പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് ഈ തവണ തിരഞ്ഞെടുപ്പിനെ നേരിട്ടത്. LDFന്റെ കൺവീനറായിട്ടുള്ള ജയരാജൻ അടക്കം കേരളത്തിലെ BJPയുടെ NDAയുടെ സ്ഥാനാർത്ഥികൾ ഏറ്റവും മികച്ച അല്ലെങ്കിൽ കഴിവുള്ള ആളുകളാണെന്നുള്ള രീതിയിലുള്ള പ്രസ്താവനകളൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കേരളത്തിലെ ജനങ്ങൾ കൃത്യമായിട്ട് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് തിരഞ്ഞെടുപ്പിന് ശേഷം നമ്മൾക്ക് മനസ്സിലാവുന്നത്. ഈ സമയത്ത് തൃശ്ശൂരിൽ എന്നും ക്രൈസ്തവ സമൂഹത്തിന്റെ ഇടയിൽ പോലും വലിയ രീതിയിൽ ശക്തമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ള BJPയുടെ മുതിർന്ന കാര്യകർത്താവും ക്രിസ്ത്യൻ മുഖവുമായിട്ടുള്ള ബിജോയ് തോമസ് നമ്മോടൊപ്പം ഈ ഒരു സമയത്ത് ചേരുകയാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഈ കേരളത്തിലെ ക്രിസ്ത്യൻ വോട്ടുകൾ ചരിത്രത്തിലാദ്യമായിട്ട് BJPക്ക് വലിയ രീതിയിൽ തന്നെ അനുകൂലമായിരിക്കുകയാണ്. മണിപ്പൂർ പോലെയുള്ള പല പ്രതിസന്ധി വിഷയങ്ങളും പ്രചരിപ്പിച്ചിട്ട് പോലും ക്രൈസ്തവ സമൂഹം BJPക്ക് വോട്ട് ചെയ്യാൻ തയ്യാറായി എന്നുള്ള രീതിയിലുള്ള വിലയിരുത്തലാണ് മുതിർന്ന മാധ്യമപ്രവർത്തകർ, രാജ്യത്തുള്ള പ്രധാനപ്പെട്ട മാധ്യമപ്രവർത്തകരെല്ലാവരും ഇപ്പോൾ പുറത്തുവിട്ടുകൊണ്ടിരിക്കുന്നത്. എന്താണ് അതിനുള്ള കാരണം? ചില യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുന്നു എന്നുള്ളതാണ് അതിൻ്റെ പ്രധാനമായിട്ടുള്ള കാരണം. ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. കഴിഞ്ഞ 10 വർഷമായിട്ട് മോദി സർക്കാർ ഈ രാജ്യത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചെയ്തിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചും അതേപോലെ തന്നെ ന്യൂനപക്ഷ സമുദായങ്ങൾക്കടക്കം വലിയ സംരക്ഷണം നൽകിക്കൊണ്ടാണ് മോദി സർക്കാർ കഴിഞ്ഞ 10 വർഷക്കാലം മുന്നോട്ട് പോയത്. മണിപ്പൂർ കലാപം അതിൻ്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് കേരളത്തിലെ അടക്കം അല്ലെങ്കിൽ ഇന്ത്യയിലെ ന്യൂനപക്ഷ ക്രൈസ്തവ സമൂഹം അത് മനസ്സിലാക്കി എന്നുള്ളതിൻ്റെ ഭാഗമായിക്കൊണ്ട് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ BJPയിലേക്ക് അല്ലെങ്കിൽ NDAയുടെ സ്ഥാനാർത്ഥികൾക്ക് ഒരു മടിയും കൂടാതെ ക്രൈസ്തവ സമൂഹം വോട്ട് ചെയ്യാനായിട്ട് തയ്യാറായിട്ടുള്ളത്. തീർച്ചയായിട്ടും ആ ക്രൈസ്തവ സമൂഹത്തിൻ്റെ വോട്ട് ചെയ്യലിൻ്റെ റിസൾട്ട് നമുക്ക് ജൂൺ 4-ാം തീയതി നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഈ തിരഞ്ഞെടുപ്പിന് ശേഷം തൃശ്ശൂരിലെ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രതികരണങ്ങൾ അത് എങ്ങനെയായിരുന്നു? ഏത് സ്ഥാനാർത്ഥി ഇവിടെ വിജയിക്കുമെന്നുള്ള രീതിയിലേക്കുള്ള പ്രതികരണങ്ങളായിരുന്നു കൂടുതലുണ്ടായത്? തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം തൃശ്ശൂരിലെ ക്രൈസ്തവ സമൂഹം സുരേഷ് ഗോപി വിജയിക്കുമെന്നുള്ളത് വളരെ ഉറപ്പിച്ച് വളരെ പ്രധാനമായിട്ടും പറയാനായിട്ട് തയ്യാറാകുന്നു. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തോട് കൂടിയിട്ട് ക്രൈസ്തവ സമൂഹം ഈ വിജയത്തെ പറയാനായിട്ട് തയ്യാറാകുന്നുണ്ടെങ്കിൽ ക്രൈസ്തവ സമൂഹം ഈ തെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള സുരേഷ് ഗോപിക്ക് അനുകൂലമായി വോട്ട് ചെയ്തു എന്നുള്ളതിൻ്റെ ആത്മവിശ്വാസത്തിന്റെ ഒരു പ്രകടനമായിട്ടാണ് ഞാൻ അതിനെ കാണുന്നത്. ഇപ്പോൾ കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പ് മുന്നോടിയായിട്ട് മുതിർന്ന മാധ്യമപ്രവർത്തകർ തന്നെ പറയുന്ന ഒരു കാര്യം, കേരളത്തിൽ ഉണ്ടായിരിക്കുന്നത് ഈ ആന്റി പിണറായി തരംഗമാണ്. പിണറായി വിജയന്റെ ഭരണത്തിനെതിരെയുള്ള ഒരു വലിയ തരംഗം കേരളത്തിൽ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിട്ടുണ്ട്. അത് കോൺഗ്രസിനല്ല, ഒരു പരിധി വരെ അത് BJPക്ക് അനുകൂലമായി എന്നുള്ളതാണ്. ഇത് യാഥാർത്ഥ്യമാണോ ഈ ഒരു വിഷയം? ആന്റി പിണറായി തരംഗമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് കടന്നുകൊണ്ട് കഴിഞ്ഞ 10 വർഷമായിട്ട് മോദി സർക്കാർ നടത്തിയിട്ടുള്ള ജനക്ഷേമകരമായിട്ടുള്ള പ്രവർത്തനങ്ങളും വികസനോന്മുഖമായ പ്രവർത്തനങ്ങളെയും വിലയിരുത്തിക്കൊണ്ട് തന്നെയാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് എന്നുള്ള നിലയിൽ ഈ തെരഞ്ഞെടുപ്പിനെ ഇവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടുള്ളത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. കേരളത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കുന്ന NDA സ്ഥാനാർത്ഥികൾ അത് ഭരണപക്ഷത്തിന്റെ ഭാഗമായി തീരേണ്ടവരാണ് എന്നുള്ളത് കേരളത്തിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റായിട്ട് മത്സരിക്കുന്ന LDF UDF എന്ന ഒരു കൂട്ടുമുന്നണി, ആ കൂട്ടുമുന്നണിക്ക് ഈ ഇന്ത്യൻ പാർലമെന്റിന്റെ ഭരണത്തില് കാര്യമായി ഒന്നും ചെയ്യാനില്ല എന്നുള്ളതും ഈ നാട്ടിലെ ജനങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ആ 10 വർഷത്തെ മോദി സർക്കാരിന്റെ നേട്ടങ്ങളെ കുറിച്ചുള്ള അതിന്റെ പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നത്. അല്ലാതെ പിണറായിയുടെ ആന്റി മൂവ്മെന്റോ അതിനൊന്നും അത് പ്രസക്തമല്ല ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ തൃശ്ശൂർ ജില്ലയിലെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 21% ക്രിസ്ത്യൻ സമൂഹമാണ് അവരുടെ വോട്ട്. അപ്പോൾ ഈ ഒരു വോട്ട് നേടിയെടുക്കാനായിട്ട് BJP നേരത്തെ മുൻകൂട്ടി തന്നെ ഏതെങ്കിലും തരത്തിലുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്തിരുന്നു? പ്രത്യേകിച്ച് പദ്ധതികളൊന്നും ആവിഷ്കരിച്ചിരുന്നില്ല. എല്ലാവരെയും കാണുന്നത് ഒരേപോലെ കാണാനായിട്ട് തയ്യാറായിട്ടുണ്ട്. എല്ലാ വിഭാഗത്തിൽപ്പെട്ടുള്ള ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട ആളുകളാണെങ്കിലും ഭൂരിപക്ഷ ആളുകളാണെങ്കിലും
കീ വോട്ടർമാരായിട്ടുള്ള സമൂഹത്തിലെ പ്രമുഖരായിട്ടുള്ള എല്ലാ വ്യക്തിത്വങ്ങളെയും നേരിട്ട് കണ്ടുകൊണ്ട് ഈ സമയത്തിന്റെ കാലഘട്ടത്തിന്റെ പ്രസക്തിയെക്കുറിച്ച്, NDA സർക്കാർ അധികാരത്തിൽ വരേണ്ട കാര്യത്തെക്കുറിച്ച്, NDA സർക്കാർ അധികാരത്തിൽ വന്നാൽ തൃശ്ശൂർ പാർലമെന്റ് സീറ്റിനുണ്ടാകുന്ന വലിയ മുന്നേറ്റം, വികസന മുന്നേറ്റത്തെക്കുറിച്ചും സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരെയും കണ്ടിട്ടുണ്ട്. ആ കണ്ടത് ഫലവത്തായിട്ടുള്ള എന്നാണ് ഞങ്ങൾ കരുതുന്നത്. ഇപ്പോൾ ഈ അനിൽ ആന്റണിയെ പോലെയുള്ള യുവാക്കൾ BJPയുടെ മെമ്പർഷിപ്പ് എടുത്ത് വന്നു. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായിരുന്ന ആന്റണിയുടെ മകനാണ്. അപ്പോൾ ഈ ഒരു വരവ് വലിയ തരത്തിൽ ക്രിസ്ത്യൻ യുവജനങ്ങളുടെ ഇടയിൽ BJP വോട്ട് ചെയ്യാനായിട്ടുള്ള ഒരു പ്രേരണ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? അതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. AK ആന്റണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരള രാഷ്ട്രീയത്തിലെ കോൺഗ്രസിന്റെ ഏറ്റവും പ്രമുഖനായ ആദർശശുദ്ധിയുള്ള ഒരാളായാണ് എന്നാണ് അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ മകൻ BJPയിൽ ചേരുന്നു. BJP കൊടുക്കുന്ന അംഗീകാരം കേരളത്തില് അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരുന്നു. അതേപോലെ സമാനമായി കൊണ്ട് തന്നെ ഈ പൊതു തെരഞ്ഞെടുപ്പില് പ്രധാനപ്പെട്ട കേരളത്തിലെ ശക്തി ഉള്ള സീറ്റിൽ തന്നെ മത്സരിപ്പിക്കാനും ഒക്കെ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും ആ ഒരു ക്രൈസ്തവ സമൂഹത്തിലെ യുവജന വിഭാഗങ്ങളും അതേപോലെ തന്നെ കോൺഗ്രസിലെ ആണെങ്കിലും മാത്രമല്ല കേരളത്തിലെ യുവജനങ്ങൾക്ക് വലിയ ഒരു മാർഗദർശിയായിട്ട് മാറുന്ന രീതിയിലേക്ക് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥിത്വവും ആ ഒരു വരവും ഒക്കെ തന്നെ അതൊരു കാലഘട്ടത്തിന് അനുസൃതമായിട്ട് യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊള്ളുന്ന യുവത്വമായിട്ടാണ് അതിനെ കാണാനായിട്ട് കഴിയുന്നത്. ഇത് ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പാർലമെന്റ് ഇലക്ഷന് മുന്നോടിയായിട്ട് ഒരു 3-4 വട്ടം കേരളത്തിൽ സന്ദർശനം നടത്തിയിരുന്നു 2024 തന്നെ. ഇതെല്ലാം BJPയുടെ ബൂത്ത് തല പ്രവർത്തനങ്ങളിൽ വലിയൊരു ആവേശം ഉണ്ടായിട്ടുണ്ടെന്ന് അത് പൂർണ്ണമായിട്ടും അങ്ങനെ അംഗീകരിക്കാൻ സാധിക്കും? തീർച്ചയായിട്ടും അംഗീകരിക്കാനായിട്ട് കഴിയും. രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രി താഴെത്തട്ടിലുള്ള ബൂത്തിന്റെ പ്രസിഡന്റ് തൊട്ടുള്ള ആളുകളെ എല്ലാം തന്നെ നേരിട്ട് അഭിസംബോധന ചെയ്യാനായിട്ട് തയ്യാറായി എന്നുള്ളത് സാധാരണ ഒരു ബൂത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ബൂത്തിന്റെ ഭാരവാഹികൾക്ക് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ ആവേശകരമാണ്. മോദി എന്ന് പറഞ്ഞാൽ വളരെ ആരാധനയോട് കൂടി കാണുന്നു. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എന്നുള്ളതിന് ആ നിലയിലും അതിൻ്റെ അപ്പുറത്ത് ഒരു ലോക നേതാവ് എന്നുള്ള നിലയിൽ മോദിജിയെ അംഗീകരിക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു വരവും സാധാരണ ആളുകളുമായിട്ടുള്ള ഒരു ഇടപെടലും ഒക്കെ തന്നെ വളരെ വലിയ ആവേശം സൃഷ്ടിക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലെ ഈഴവ സമൂഹത്തിന്റെ വോട്ട് പരമ്പരാഗതമായിട്ട് LDFന് പോയിരുന്നതാണ്. CPM അത് പ്രധാനമായിട്ട് നേടിയെടുത്തിരുന്നതാണ്. പക്ഷേ ഈ വട്ടം ആലപ്പുഴ പോലെയുള്ള പല മണ്ഡലങ്ങളിലും, പത്തനംതിട്ടയാണെങ്കിലും തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരമാണെങ്കിലും BJPക്ക് വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുന്ന മണ്ഡലങ്ങളിൽ ഈ ഒരു വോട്ടിൽ വലിയൊരു വിള്ളൽ ഉണ്ടാക്കി BJPയുടെ പക്ഷത്തേക്ക് ചേർക്കാനായിട്ട് നിലവിലെ നേതൃത്വത്തിനും സ്ഥാനാർത്ഥികൾക്കും സാധിച്ചിട്ടുണ്ടെന്നുള്ളതൊരു യാഥാർത്ഥ്യം തന്നെയാണ്. സാധിച്ചിട്ടുണ്ട്, തീർച്ചയായിട്ടും സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഈഴവ സമൂഹമാണെങ്കിലും അവരും യാഥാർത്ഥ്യങ്ങളെ ഉൾക്കൊണ്ട് തുടങ്ങി എന്നുള്ളതാണ് നമുക്കതിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഒരു മാറ്റത്തിന് തയ്യാറായത്. അല്ലെങ്കിൽ ഇന്നലെ വരെ BJPക്ക് വോട്ട് ചെയ്യാത്ത ആളുകൾ, വോട്ടർമാർ ഇന്ന് BJPക്ക് അനുകൂലമായിട്ട് വോട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ കാലഘട്ടത്തിന്റെ അനുസൃതമായ മാറ്റങ്ങൾ ഉൾക്കൊള്ളാനായിട്ട് യാഥാർത്ഥ്യ ബോധത്തോട് കൂടിയിട്ട് ഉൾക്കൊള്ളാനായിട്ട് തയ്യാറായിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് കരുതുന്നത്. വളരെ നന്ദി ഒരു സമയത്ത് നമ്മോട് പ്രതികരിച്ചതിന് ശ്രീ വിജയ് തോമസ്. കേരളത്തിൽ BJPയുടെ സംഘടനാ പ്രവർത്തനം ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു വിജയം എന്നുള്ള നിലയിലേക്ക് പല മണ്ഡലങ്ങൾ മാറിയിരിക്കുകയാണ്. ആദ്യം തിരുവനന്തപുരം മാത്രം ലക്ഷ്യം വെച്ച് മുന്നോട്ട് പോയിരുന്ന ഒരു സംഘടനാ നേതൃത്വം കേരളത്തിൽ പല മണ്ഡലങ്ങളും ഈ ഒരു വലിയ മുന്നേറ്റത്തിന്റെ ഒരു കാഴ്ചയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും വലിയ ഒരു റിസൾട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ജൂൺ 4 വരെ കാത്തിരിക്കാം. തൃശ്ശൂരിൽ നിന്നും വിപിലാൽ, ഫാസ്റ്റ് റിപ്പോർട്ട്സ്.